നമസ്കാരം. ജാതക കഥകളിലെ 79ാമത്തെ കഥ വിഡ്ഢികൾ സഹായിച്ചാൽ. കുറേ ആശാരിമാർ ഇരുന്ന് മരപ്പണി നടത്തുന്ന ഒരു പണിശാല. അവിടെ മൂത്താശാരി ഉളിയും കൊട്ടുവടിയുമായി തടിയുടെ പുറത്തിരുന്ന് പണിയുകയാണ്. തൊട്ടടുത്ത് തന്നെ അയാളുടെ മകനും ഇരുന്ന് പണിയുന്നുണ്ട്. മൂത്താശാരിയുടെ തല നല്ല കഷണ്ടിയാണ്, ചെമ്പുകുടം പോലെ മിനുത്ത കഷണ്ടി. അപ്പോൾ ഒരു കൊതുക് അവിടേക്ക് മൂളിപ്പറന്നു വന്നു. അത് അവിടെ എല്ലാം വട്ടമിട്ട് പറന്നിട്ട് മൂത്താശാരിയുടെ തലയുടെ പുറകിൽ വന്ന് ഇരിപ്പുറപ്പിച്ചു. പിന്നെ കൂർത്ത കൊമ്പുകൾ ഇറക്കി ചോര കുടിക്കാൻ തുടങ്ങി. മൂത്താശാരി വേദന കൊണ്ട് പുളഞ്ഞു. അയാളുടെ 2 കൈയും ഒഴിവില്ല. ഒരു കൈയിൽ ഉളി, മറു കൈയിൽ കൊട്ടുവടി. മാത്രമല്ല, തലയുടെ പുറകിലിരുന്ന് കൊതുക്. കൈവീശി കൊതുകിനെ അടിക്കാനുള്ള വശമില്ല താനും. അതുകൊണ്ട് അയാൾ അടുത്തിരുന്ന മകനോട് പറഞ്ഞു, മോനെ, എൻ്റെ തലയിൽ പുറകിലൊരു കൊതുക്, അതിനെ അങ്ങ് ഓടിച്ചു കള. മകനാണെങ്കിൽ ഒരു തനി വിഡ്ഢി. അവൻ നോക്കിയപ്പോൾ അച്ഛൻ്റെ തലയിൽ കറുത്തു മുഴുത്ത കൊതുക്. അത് കൊമ്പുകൾ ഇളക്കി ചോര കുടിക്കുന്നു. അവൻ വിചാരിച്ചു, അച്ഛനെ വേദനിപ്പിച്ച ഈ കൊതുകിനെ വെറുതെ വിടരുത്, അടിച്ച് ചമ്മന്തിയാക്കണം. പിന്നെ താമസിച്ചില്ല. അയാൾ കയ്യിലിരുന്ന കൊട്ടുവടി കൊണ്ട് കൊതുകിനെ ആഞ്ഞൊരടി. മൂത്താശാരിയുടെ കഷണ്ടിത്തല അടിയേറ്റ് ചിതറി. കൊതുക് ഒരു പാട്ടും പാടി അതിൻ്റെ പാട്ടിന് പോയി. ഭിക്ഷാടനം നടത്തി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ബോധിസത്വൻ ഈ മുഹൂർത്തത്തിലാണ് അവിടെ എത്തിയത്. ഈ സംഭവം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബുദ്ധിയില്ലാത്തവൻ്റെ സഹായം സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നന്ദി.